ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. കുടുംബശ്രീ എന്തിന്? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എന്തു മെച്ചാ ഉണ്ടായേ? 6ാം ക്ലാസ്സിലെ ഋതുനന്ദിയുടെ ചോദ്യത്തിന് പ്രീതി ചേച്ചിക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും വിവിധ കുടുംബശ്രീകളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രതിനിധികൾ കൃത്യമായ മറുപടി നൽകി. പോത്താങ്കണ്ടം ഗവൺമെൻറ് UP സ്കൂളിൽ ഇന്ന് നടന്ന കുട്ടിയോളും കുടുംബശ്രീയും എന്ന പരിപാടിയാണ് രംഗം. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും സ്കൂൾ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയെ പരിചയപ്പെടുത്താനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബശ്രീയെക്കുറിച്ച് കുട്ടികൾ തയ്യാറാക്കിയ വിവിധ ചോദ്യങ്ങൾക്ക് കുടുംബശ്രീ പ്രതിനിധികൾ വിശദമായ മറുപടി നൽകി. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ സുഭാഷ് അർഗര അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P സുഗന്ധി, K ശശികല, ഹെഡ്മാസ്റ്റർ CK മനോജ്, KK കുഞ്ഞിരാമൻ, K രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇപ്പൊ നിങ്ങളെ കേട്ടില്ലേ? ഇപ്പൊ ഇതിലേ ഭയങ്കര രസം എന്നറിയാം. കയ്യൂർ ശിവന് പഞ്ചായത്ത്, പെരുങ്ങോമേഖല പഞ്ചായത്ത്, താങ്കോലാൽപ്പൂർ പഞ്ചായത്ത്, 3 പഞ്ചായത്തും 2 ജില്ലയും ആ നമ്മുടെ സ്കൂളിൽ പ്രതിദാനം ചെയ്യുന്നത്. അതിനേക്കാൾ രസം എന്ന് വെച്ചാൽ കുടുംബശ്രീ കത്ത് നമ്മൾ ഏകദേശം 13-14 കുടുംബശ്രീക്ക് കൊടുത്തു. 26 കത്തോളം കൊടുത്തു. അപ്പോൾ അതിലേ ഒന്ന് ഒരു കുടുംബശ്രീ പേര് ജവഹർ പോത്താങ്കണ്ടം കുടുംബശ്രീ, അത് പോത്താങ്കണ്ടം. അതിന് തൊട്ടപ്പുറത്ത് വേറെ കുടുംബശ്രീ, അത് പോത്താങ്കണ്ടം. തൊട്ടപ്പുറത്ത് വേറെ പോത്താങ്കണ്ടം. ഇതെല്ലാം ചൂടെടുത്ത് ഇങ്ങനെ ഇരിക്കുകയും മക്കൾ ചോറ് കഴിച്ചിട്ടില്ലേ? എല്ലാവരും പായസം ഉണ്ടായില്ല? ഇല്ലേ? പായസം അതാ നടക്കുന്നു. അപ്പോൾ പായസം കിട്ടും, ഒച്ചയെടുക്കാണ്ട് എടുക്കണം കേട്ടോ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പരീക്ഷയെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? പരീക്ഷ കഴിഞ്ഞാൽ 2 മാസം ഉണ്ടല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? പറ. പഠിക്കണ? ഇത്രയും നാൾ പഠിച്ചിട്ടേ ഇനിയോ? അതാണ് കളിക്കണം അല്ലേ? ഇനി 2 മാസം നമ്മൾ അടിച്ചു പൊളിച്ച് കളിക്കാൻ വേണ്ടി പോയല്ലേ ഇന്ന്, അല്ലേ? അപ്പൊ കളിക്കുന്നതിന് മുമ്പ് കുടുംബശ്രീ എന്താന്ന് പറഞ്ഞറിയോ? എന്താ കുടുംബശ്രീ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. എന്താ കുടുംബശ്രീ? ഒരാളെ എണീച്ച് പറഞ്ഞേ. ഒരാൾ പറഞ്ഞ കുടുംബശ്രീ എന്താന്ന്? ആർക്കും അറിയില്ലേ? അപ്പൊ അത് അറിയാൻ വേണ്ടിയാ നിങ്ങൾ വന്നതല്ലേ? അല്ലേ? കുടുംബശ്രീ എന്താന്ന്? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആര്? ഈ ഇരിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ. നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് കുടുംബശ്രീ എന്താണെന്ന് പറഞ്ഞു തരും, അല്ലേ? പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കണം, ഉത്തരം പറയാൻ റെഡിയായിട്ട് ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പം മക്കള് സാധാരണക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. നല്ല ചോദ്യം വരും. ഉത്തരം മണിമണിയായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കുടുംബശ്രീ എന്താണെന്ന് വേറെ രീതിയിൽ കരുതും. അതാണ്. അപ്പോൾ കുടുംബശ്രീനെ കുറിച്ച് അറിയാനും അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്കൂളിൻ്റെ ഒരു ഭൗതിക സാഹചര്യവും ഇവിടുത്തെ ശക്തിയും ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണം കൂടി വേണം. അതിനാണ് കുടുംബശ്രീയും കൂടി കൂട്ടിയത്. നമുക്കറിയാം ഇപ്പം നമ്മൾ ആ കോവിഡ് കഴിഞ്ഞ് അല്ലെ, കോവിഡിൽ നമ്മളെല്ലാം കോവിഡ്, വെള്ളപ്പൊക്കം, വലിയ ദുരന്തങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചവരാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറെ നന്നായി വന്നല്ലേ. നമ്മളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അല്ലേ, പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാ പങ്കാളിത്തത്തോടു കൂടി കൂട്ടിക്കിടക്കാൻ തയ്യാറായ സ്കൂള് പോലും നമ്മൾ നന്നാക്കിയെടുത്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അപ്പം അതുമായി കൂട്ടിയോജിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് സജീവമായി എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയം എന്ന നിലക്ക് ആ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും സംഘടിതമായ പ്രസ്ഥാനത്തെ കൂടി ചേർത്ത് പിടിക്കണമെന്ന ഒരു
ഒന്നുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ഈ നമ്മൾ ഉദ്ദേശിച്ചത് പ്രസിഡന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ കണ്ണൂരിലെ DMC ഉൾപ്പെടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. DMC ഇന്നലെ വിളിച്ചു എന്നെ വീണ്ടും വിളിച്ചു. ഈ പരിപാടി ഗേഡിയും നേരത്തെ മാഷ് പറഞ്ഞ പോലെ വേറെ ഗേഡിയും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 1:30 ഇവിടെ വന്ന് പരിപാടി പങ്കെടുത്ത് പടിയൂർ ഇരട്ടിയൊരു പരിപാടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് മറ്റൊരവസരത്തെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വേറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഈ സംവിധാനം ഇപ്പം അവരെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ കുടുംബശ്രീ പറഞ്ഞാൽ നേരെ പോകുന്നു, പൈസ വെക്കുന്നു, വരുന്നു, അതല്ല നമ്മുടെ കുടുംബശ്രീ എന്നും. ഈ പുതിയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമ്മൾ തന്നെ പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്, ഒരു സർവേ വന്നാൽ ആദ്യം ഏൽപ്പിക്കുന്നത് കുടുംബശ്രീയുടെ ആളുകളാണ്. ഒരു പ്രദേശത്ത് മറ്റെന്തെങ്കിലും വിഷയം വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു ടീമെ കുടുംബശ്രീയാണ്. അങ്ങനെ ഏറ്റവും നല്ല ശൃംഖലയായി ഈ കുടുംബശ്രീ പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളെ ഈ ചെറിയ തലമുറയ്ക്ക്, പുതുതലമുറയ്ക്ക് പകർന്നു കൊടുത്ത് അവരിൽ ഉൾപ്പെടെ ഇന്ന് ഈ കാശൊക്കെ പൈസ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അവർ അറിയുന്നില്ല. പൈസയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ പോകുന്ന കാലത്ത് അതിന്റെ പ്രാധാന്യം നമുക്ക് വിവരിക്കാനും അതിലൂടെ നാം നേടിയെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്. കുടുംബശ്രീയുടെ ഹോട്ടൽ നമുക്കറിയാം, വലിയ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ നടത്തുന്ന റിസോർട്ട് നമുക്കറിയാം. ഇങ്ങനെയുള്ള കേരളത്തിൽ വിവിധങ്ങളായ വലിയ വ്യവസായ സംരംഭങ്ങൾ കുടുംബശ്രീ ഭാഗമായി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. എന്നും പറയുന്നത് കുടുംബശ്രീ യോഗം വിളിച്ചാൽ പുതിയ തൊഴിൽ മേഖലയിൽ കടന്നു ചെല്ലാൻ വ്യത്യസ്തമായ ട്രെയിനിങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം ട്രെയിനിങ്ങുകളും ഉൾപ്പെടെ കുട്ടികൾക്ക് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ പ്രദേശത്തെ കുട്ടികളും ചേർത്ത് പിടിച്ച് അവർക്കൊരു പരിശീലനം കൊടുക്കാനും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാ ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.